നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധേയമാകുന്ന ഒരു ഘടകം BJPയുടെ ഒരുക്കങ്ങളാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം BJPയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അതായത് BJPയുടെ പ്രവർത്തന ശൈലിയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ ഒരു അനന്തരഫലം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം 12-ൽ നിന്നും 30 ഉയർത്താൻ പാർട്ടിക്ക് സാധിച്ചു. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനം പിടിച്ചെടുക്കാൻ സാധിച്ചു. കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു കോർപ്പറേഷൻ മേയർ ഉണ്ടായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. മാത്രമല്ല, 2 മുനിസിപ്പാലിറ്റികൾ പാലക്കാട് നിലനിർത്താനും തൃപ്പൂണിത്തുറ പിടിക്കാനും BJPക്ക് സാധിച്ചു. നിരവധി പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ, ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ഇവിടങ്ങളിലൊക്കെ BJP ജയിച്ചു വരുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് BJP വളരെ മികച്ച പ്രകടനത്തോടു കൂടി ജയിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗം അത് വിലയിരുത്തി എന്നാണ് ലഭിക്കുന്ന സൂചന. അതിനുശേഷം ആ കുറവുകൾ കൂടി പരിഹരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികളാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികൾ അമിത്ഷാ ഈ വരുന്ന 11-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട്. അമിത്ഷായുടെ മുന്നിലായിരിക്കും ഈ പദ്ധതികൾ അവതരിപ്പിക്കുക. അമിത്ഷാ അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അമിത്ഷായുടെ നേതൃത്വത്തിൽ കൂടുന്ന യോഗമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായി പുറത്തു വരുന്നത് ഈ മാസം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ ഈ മാസം തന്നെ 30 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹം തന്നെ നേരത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴക്കൂട്ടത്ത് V മുരളീധരൻ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. K സുരേന്ദ്രൻ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ എവിടെ മത്സരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്നിങ്ങനെയുള്ള നിരവധി മണ്ഡലങ്ങൾ ഇപ്പോൾ ചർച്ചാ വിഷയത്തിലാണ്. എന്തായാലും 30 മണ്ഡലങ്ങളിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഇതിൽ പല സീറ്റുകളിലും വലിയ വിജയ സാധ്യതയാണുള്ളത്. എങ്ങനെയും വിജയം പിടിച്ചെടുക്കുക എന്ന ഒരു സാഹചര്യം ഇപ്പോൾ BJP സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തുക, അങ്ങനെ 10-ലധികം സീറ്റുകളിലെങ്കിലും വിജയിക്കുക എന്നതാണ് BJPയുടെ തന്ത്രം. അതുകൊണ്ട് BJP 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 30 സ്ഥാനാർത്ഥികളെ ഈ മാസം തന്നെ പ്രഖ്യാപിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് സംസ്ഥാന നേതൃത്വം രൂപം നൽകുന്നത്. ഒരുപക്ഷെ ഈ മാസം 11-ന് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അതിനുശേഷം ഈ മാസം 12-ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന ഒരു സൂചനയുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.